നമസ്കാരം. ഞങ്ങൾ ബി.എഡ് വിദ്യാർത്ഥികളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള തുടക്കമാണ് ബി.എഡ് ഇന്നോവേറ്റീവേഴ്സ് എന്ന ഈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി സ്റ്റേറ്റ് സിലബസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. That is windows of knowledge. In this chapter, it is mainly dealing with sensation. Sensation means it's a physical feeling or a perception which is being resulting from something that happens to or comes to our body from the surroundings. So main item നമ്മുടെ ചുറ്റുപാടുമുള്ള ഇൻഫോർമേഷൻസ് നമ്മളിലേക്ക് എത്തുന്നത് 5 രീതികളാണ്. Mainly through our 5 sense organs. In that, first one is our eyes, second one is our nose, third one is our ears, and the fourth one is our tongue, and the fifth one is our skin. So ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസ് ആൻഡ് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. So eyes means it's a most important sense organ of our body. ഈ ഒരു ടോപ്പിക്കിന് മെയിനായിട്ടും ഐസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഹൗ ദ വിഷൻ ഇസ് പോസിബിൾ ടു അസ്, അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡിസീസസ് ദാറ്റ് വിൽ ബി അഫക്റ്റിംഗ് അവർ ഐസ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഐസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ബോഡിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ദർ ആർ ഡിഫറെൻറ്റ് പാർട്സ് വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ ഐസ്. ഐസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ പല മെഷേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ള ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെയിനായിട്ട് 7 പാർട്സ് അല്ലെ 7 ഓർഗൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ സോക്കറ്റാണ്. ഐ സോക്കറ്റ് മീൻസ് ഇറ്റ്സ് എ ഡിപ്രഷൻ ഇൻ ദ സ്കൾ. നമ്മുടെ സ്കളിൽ ഐ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഡിപ്രഷൻ ഏരിയയ്ക്കാണ് ഐ സോക്കറ്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഈസ് എക്സ്റ്റേണൽ ഐ മസിൽസ്. ദീസ് ഐ മസിൽസ് ഹെൽപ്സ് ടു ഫിക്സ് ദ ഐബോൾസ് ഇൻ ടു അവർ ഓർബിറ്റ് റീജിയൻ. ഇവ കൂടാതെ നമ്മുടെ ഐസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വളരെ തിക്കും ഡെലിക്കേറ്റും ആയിട്ടുള്ള ഹെയർ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഐബ്രോസ്. സോ ദ തേർഡ് പാർട്ട് ഈസ് ഐബ്രോസ്. നെക്സ്റ്റ് റീജിയൻ ഈസ് ഐലാഷസ്. നമ്മുടെ ഐലിഡ്സിൻ്റെ അറ്റത്തായിട്ട് വളരുന്ന ഹെയർ സ്ട്രക്ചേഴ്സിനെയാണ് ഐലാഷസ് എന്ന് പറയുന്നത്. അതും ഐസിൻ്റെ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐലിഡ്സ് ആണ്. ഐലിഡ്സ് മീൻസ് ഇറ്റ്സ് എ ഫോൾഡ് ഓഫ് സ്കിൻ ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഐസ്. ഐസിൻ്റെ പുറത്തായിട്ട് ഐനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിന്നായിട്ടുള്ള സ്കിൻ റീജിയൻ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതാണ് ഐലിഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിഫ്ത്ത് പാർട്ട്. സിക്സ്ത് പാർട്ട് എന്ന് പറയുന്നത് കോൺജക്റ്റിവയാണ്. ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾസ് ഡ്രൈ ആയി പോകാതെ ഇടയ്ക്ക് മ്യൂക്കസ് സെക്രീഷൻ നടത്തുക എന്നതാണ് കോൺജക്റ്റിവയുടെ റോള്. സോ ദ കോൺജക്റ്റിവ സെക്രീറ്റ്സ് ദ മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾ ഫ്രം ബീങ് ഡ്രൈ. ഏറ്റവും ഫൈനലായിട്ട് നമ്മുടെ ഐയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടിയേഴ്സ്, കണ്ണുനീരെന്ന് പറയുന്നത്. നമ്മുടെ ഐസിൻ്റെ ആൻറ്റീരിയർ പോർഷനെ ക്ലീൻ ചെയ്യാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ടിയേഴ്സ്. സോ മെയിനായിട്ട് ഇത്രയും പാർട്സാണ് ഐയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. സോ വൺസ് മോർ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഐ സോക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ ഐ മസിൽസ്, തേർഡ് വൺ ഈസ് ഐബ്രോസ്, ഫോർത്ത് വൺ ഈസ് ഐ ലാഷസ്, fifth part is eyelids, sixth one is conjunctiva, and the final is our tears. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐൻ്റെ സ്ട്രക്ചറാണ്. സോ ഇനി നമ്മുടെ ഐയുടെ സ്ട്രക്ചറെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മെയിനായിട്ട് നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്ക്ലീറ, സെക്കൻഡ് ലെയർ ഇസ് നോൺ ആസ് ടു ബി എസ് കൊറോയിഡ് ലെയർ, ആൻഡ് ദ തേർഡ് ലെയർ ഇസ് റെക്ടിന. So first layer, that is the outer layer, is known as to be a sclera. Choroid layer means it is the middle layer of our eyes, and the sclera means it is the inner layer of our eyes. ആദ്യം ഫസ്റ്റ് ലെയർ നോക്കാം. ഇറ്റ് ഈസ് സ്ക്ലീറ. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഔട്ടർ ലെയർ, ദാറ്റ് ഈസ് ദ വൈറ്റ് ലെയർ, ഇറ്റ് ഈസ് നോൺ ആസ് ടു ബി സ്ക്ലീറ.
and the sclera, it is made up of connective tissues. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് കൊറോയിഡ് ആണ്. ഇറ്റ് ഈസ് ദ മിഡിൽ ലെയർ ഓഫ് അവർ ഐസ്. ഈ ലെയറിലാണ് കൂടുതലായിട്ട് നമുക്ക് ബ്ലഡ് വെസൽസിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നത്. ആൻഡ് ദ ഫൈനൽ ലെയർ ഇസ് നോൺ ടു ബി എസ് ദ റെക്റ്റിന. റെക്റ്റിന എന്ന് പറയുന്നത് ഇന്നർ ലെയർ ഓഫ് ദ ഐസ് ആണ് റെക്റ്റിന എന്ന് പറയുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലെയറാണ് റെക്റ്റിന. ഫസ്റ്റ് ലെയർ ഇസ് ദറ്റ് ഇസ് ദ ഔട്ടർ ലെയർ സ്ക്ലീറയാണ്. മിഡിൽ ലെയർ സെക്കൻഡ് ലെയർ ഇസ് നോൺ ടു ബി എസ് കൊറോയിഡ് ആണ്. തേർഡ് ലെയർ ഇസ് റെക്റ്റിന ആൻഡ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ലെയറിലാണ്. സ്ക്ലീറ ലെയറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് കോർണിയ, സെക്കൻഡ് വൺ ഇസ് കോൺജക്റ്റിവ. The anterior region or the anterior part of the sclera is known as to be as the cornea. നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് റേസിനെ റിഫ്രാക്റ്റ് ചെയ്ത് അത് റെക്റ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് കോർണിയ പാർട്ടിൻ്റെ ഫങ്ഷൻ. സോ ദ കോർണിയ which helps to refract the light rays to focus on the retina part of our eyes. ഔട്ടർ ലെയറായ സ്ക്ലീറയുടെ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ പറഞ്ഞിരുന്നു കോൺജക്റ്റിവ ആണെന്നുള്ളത്. എക്സെപ്റ്റ് ദ കോർണിയ പാർട്ട്, ദ അതർ റീജിയൻസ് ഓഫ് ദ സ്ക്ലീറ ഇറ്റ് ഈസ് കവേർഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺജക്റ്റിവ. സോ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയറാണ്. അതിൻ്റെ രണ്ട് പാർട്സ് എന്ന് പറയുന്നത് കോർണിയ ആൻഡ് കോൺജക്റ്റിവയാണ്. Now we are moving to the second layer in detail. Second layer, that is the middle layer, it is known as to be as the choroid layer. Choroid layer ne നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ is iris and the second one is pupil. choroid ലെയറിൽ കാണപ്പെടുന്ന ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് iris ആണ്. And the iris is seen just behind the cornea. കോർണിയ പാർട്ടിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് ഐറിസ് കാണാൻ പറ്റും. ഈ ഐറിസ് റീജിയൻ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഗ്മെൻ്റായ മെലാനിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഐറിസിന് ഒരു ഡാർക്ക് കളേർഡ് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് വി കുഡ് സീ ഇൻ ദ കൊറോയിഡ് ഈസ് പ്യൂപ്പിൾ. ഐറിസിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമുക്ക് പ്യൂപ്പിൾ കാണപ്പെടുന്നത്. നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ കൊറോയിഡ് ലെയറിനും രണ്ട് പാർട്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് ഐറിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പ്യൂപ്പിൾ. ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐസ് നമ്മൾ പറഞ്ഞിരുന്നു റെക്റ്റിനയാണെന്ന്. ആൻഡ് ഇൻ ദിസ് റെക്റ്റിന ഓൾസോ വി കുഡ് സീ ടു പാർട്സ്. ഫസ്റ്റ് വൺ ഇസ് an yellow spot and the second one is blind spot. റെക്റ്റിന ലെയറിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ആ ഒരു ഏരിയയ്ക്കാണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് തന്നെയാണ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നതും. നൗ വി ആർ മൂവിങ് ടു സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്നറിയപ്പെടുന്നതും റെക്റ്റിനയുടെ ഒരു പാർട്ട് തന്നെയാണ്. റെക്റ്റിനയുടെ ഏത് റീജിയനിൽ നിന്നാണ് ഓപ്റ്റിക് നെർവിൻ്റെ ആരംഭം ഉള്ളത് അവിടെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. സോ ദ പാർട്ട് ഓഫ് ദ റെക്റ്റിന ഫ്രം വേർ ദ ഓപ്റ്റിക് നെർവ് ബിഗിൻസ് ഈസ് നോൺ ടു ബി ആസ് ദ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്നൊരു റീജിയനിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് വിഷൻ പോസിബിൾ അല്ല. കാരണം ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടിൽ ഇല്ല. സോ ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ് അറ്റ് ദ റീജിയൻ ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്. സോ ദ വിഷൻ ഈസ് നോട്ട് പോസിബിൾ അറ്റ് ദ ബ്ലൈൻഡ് സ്പോട്ട്. But in the case of yellow spot, plenty of photoreceptors can be seen. So maximum clarity, that is visual clarity, is available at the yellow spot. So മെയിനായിട്ട് 3 ലെയേഴ്സ് നമ്മൾ ഐസിന് പറഞ്ഞു. സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെക്റ്റിന. സ്ക്ലീറയിൽ 2 പാർട്സാണ്, കോർണിയ ആൻഡ് കോൺജക്റ്റിവ. കൊറോയിഡിൽ ഐറിസ് ആൻഡ് പ്യൂപ്പിൾ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് റെക്റ്റിന വി കുഡ് സീ യെല്ലോ സ്പോട്ട് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട്. ഈ റീജിയൻസ് കൂടാതെ നമ്മുടെ ഐസിൽ കാണപ്പെടുന്ന അതർ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ലെൻസ് ആണ്. ഇലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കോൺവെക്സ് ലെൻസ് ക്യാൻ ബി സീൻ ഇൻസൈഡ് ദ ഐസ് ആൻഡ് ദിസ് ലെൻസ് ഇസ് കണക്റ്റഡ് ടു സീലിയറി മസിൽസ് ബൈ എ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. സോ ഈ ലെൻസ് സീലിയറി മസിൽസുമായിട്ട് കണക്റ്റഡ് ആണ് ബൈ യൂസിങ് ദ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. സോ ലെൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ സീലിയറി മസിൽസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. സീലിയറി മസിൽസ് ഇസ് ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് സീലിയറി
മസിൽസ് ആർ സർക്കുലർ മസിൽസ് വിച്ച് ക്യാൻ ബി സീൻ ജസ്റ്റ് അറൗണ്ട് ദ ലെൻസ്. ലെൻസിൻ്റെ ചുറ്റും കാണപ്പെടുന്ന സർക്കുലർ മസിൽസ് ആണ് സീലിയറി മസിൽസ് എന്ന് അറിയപ്പെടുന്നത്. ഈ സീലിയറി മസിൽസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് ഒപ്റ്റിക് നെർവ്സിനെ കുറിച്ചാണ്. ഒപ്റ്റിക് നെർവ്സ് ട്രാൻസ്മിറ്റ്സ് ദ ഇമ്പൾസസ് ഫ്രം photoreceptors ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ. യെല്ലോ സ്പോട്ടിലെ ഫോട്ടോറിസെപ്റ്റേഴ്സിൽ നിന്നുമുള്ള വിഷ്വൽ ഇമ്പൾസസിനെ ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്ററിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷൻ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഐസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐസ്. ഐസിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്ലൂയിഡുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് അക്വസ് ഹ്യൂമർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വിട്രസ് ഹ്യൂമർ. നമ്മുടെ ഐസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയ്ക്കുള്ള ഏരിയയാണ് അക്വസ് ചേംബർ എന്നറിയപ്പെടുന്നത്. ഈ അക്വസ് ചേംബറിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ലൈക്ക് ഫ്ലൂയിഡിനാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. സോ അക്വസ് ഹ്യൂമർ മീൻസ് ഇറ്റ്സ് എ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് വിച്ച് ഇസ് filled at the aqueous chamber, and the aqueous chamber means it's an area in between the lens and the cornea of our eyes. ഈ aqueous humor എന്ന് പറയുന്നത് it is formed from the blood and then it is reabsorbed into the blood also. aqueous humorൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഐസിൻ്റെ ടിഷ്യൂസിലേക്ക് ന്യൂട്രിയൻസ്, ഓക്സിജൻ എന്നിവ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞത് വിട്രസ് ഹ്യൂമറാണ്. ഐസിൻ്റെ തന്നെ റെക്റ്റിനയുടെയും ലെൻസിൻ്റെയും ഇടയ്ക്കുള്ള റീജിയനാണ് വിട്രസ് ചേംബർ എന്നറിയപ്പെടുന്നത്. സോ ദ വിട്രസ് ഹ്യൂമർ മീൻസ് ഇറ്റ്സ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് വിച്ച് ഇസ് സീൻ ഇൻ ദ വിട്രസ് ചേംബർ ഇൻ ബിറ്റ്വീൻ ദ റെക്റ്റിന ആൻഡ് ദ ലെൻസ്. ഈ വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് മെയിനായിട്ട് ഐസിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ടു ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ക്യാൻ ബി സീൻ ഇൻസൈഡ് ദ ഐസ്. ഫസ്റ്റ് വൺ ഇസ് അക്വസ് ഹ്യൂമർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വിട്രസ് ഹ്യൂമർ. റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐസ്. ഈ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്യൂപ്പിളിനുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചാണ്. ഹൗ ദ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇസ് ഡൺ ഇൻസൈഡ് അവർ ഐസ്. When a large amount of light is entered into our eyes, it causes a negative effect inside our eyes and it's very harmful for the tissues of the eyes. മെയിനായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്ന ഐറിസ് ആണ്. ഐറിസും അതിൻ്റെ നടുക്കുള്ള പ്യൂപ്പിൾ. സോ ഒരു ബ്രൈറ്റ് ലൈറ്റോ ഒരു ഡിം ലൈറ്റോ നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ പ്യൂപ്പിളിനുണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണ് കണ്ണിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡിം ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ പ്യൂപ്പിളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. മെയിൻലി ദ സർക്കുലർ മസിൽസ് ആൻഡ് ദ റേഡിയൽ മസിൽസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. സോ ഒരു ഡിം ലൈറ്റാണ് കണ്ണിലേക്ക് വരുന്നതെങ്കിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ആ സമയത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ ദ സെക്കൻഡ് പിക്ചർ ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ പ്യൂപ്പിളിന് എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നതാണ് കാണിച്ചിരിക്കുന്നത്. സോ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നതെങ്കിൽ സർക്കുലർ മസിൽസ് അവിടെ കോൺട്രാക്ട് ചെയ്യപ്പെടും. സോ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ഒരു ഡിം ലൈറ്റാണ് കണ്ണിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ദ കോൺട്രാക്ഷൻ ഓഫ് റേഡിയൽ മസിൽസ് ആണ്. ഇനി ഒരു ബ്രൈറ്റ് ലൈറ്റാണ് കണ്ണിലേക്ക് വന്ന് പതിക്കുന്നതെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കോൺട്രാക്ഷൻ ഓഫ് സർക്കുലർ മസിൽസ് ആണ്. സോ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്ത് ലെൻസിലേക്ക് വീഴുന്ന നമ്മുടെ ലൈറ്റിൻ്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻസൈഡ് അവർ ഐസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ആൻ ഇമേജ് ഈസ് ഫോംഡ്. ഒരു ഒബ്ജക്റ്റിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക്
ഡയറക്റ്റായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ കോർണിയയുടെയും ലെൻസിൻ്റെയും സഹായത്തോടു കൂടിയാണ് റെക്റ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നത്. So with the help of cornea and the lens, the light rays which is reflected from an object gets focused on the retina. നമ്മളിപ്പോൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു. ഫോർ എക്സാമ്പിൾ ദൂരെയുള്ളൊരു മരമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോർണിയ ആൻഡ് ലെൻസ് നമ്മുടെ റെക്റ്റിനയിൽ വന്നു വീഴുന്നു. ഈ സമയത്ത് നമ്മുടെ കണ്ണിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സീലിയറി മസിൽസ് വിൽ ബി റിലാക്സിങ്, ligaments will be stretched out and the curvature of the lens will be decreased also. ഇനി നമ്മൾ അടുത്തുള്ളൊരു വസ്തുവിനെയാണ് നോക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ അടുത്ത് പിടിച്ചൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ലൈറ്റ് റേസ് നമ്മുടെ റെക്റ്റിനയിൽ ചെന്ന് പതിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോർണിയ ആൻഡ് ദ ലെൻസ് ആസ് ഓൾറെഡി ടോൾഡ് അബൌവ്. ആ ഒരു സമയത്ത് അടുത്തുള്ള ഒബ്ജക്ട്സിനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സിലിയറി മസിൽസ് വിൽ ബി കോൺട്രാക്റ്റിംഗ്, ligaments will be relaxed and the curvature of the lens will be increased also. സോ ഇങ്ങനെയാണ് ഒരു ഇമേജ് നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത്. റെക്റ്റിനയിൽ നിന്ന് ഓപ്റ്റിക് നെർവ്സ് വഴി ഇമ്പൾസസ് ആയി ബ്രെയിനിലേക്ക് ചെന്ന് അങ്ങനെയാണ് ഒരു ഇമേജ് നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ കണ്ണിൽ നിന്നും അതുപോലെ തന്നെ റെക്റ്റിനയിൽ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൽ നിന്നും നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ കണ്ണിൻ്റെ എബിലിറ്റി, നമ്മുടെ കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദി എബിലിറ്റി ഓഫ് അവർ ഐസ് ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ഐസ് ആൻഡ് ഫ്രം ദ ഇമേജ് ഓൺ ദ റെക്റ്റിന ഈസ് കോൾഡ് ആസ് ദ പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐസ്. Now we are going to discuss about the topic retina and the photoreceptors. മുൻപ് പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, നമ്മുടെ റെക്റ്റിന എന്ന് പറയുന്ന ഇന്നർ ലെയർ ഓഫ് അവർ ഐസിൽ കാണപ്പെടുന്നതാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സിൽ തന്നെ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സെല്ലുകളാണ് നമുക്ക് കാണപ്പെടുന്നത് റെക്റ്റിനയിൽ. ഇതിൽ റോഡ് സെൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കോൺ സെൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. റോഡ് സെൽസിൽ നമുക്ക് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെൻറ്റിൻ്റെ പേര് റോഡോപ്സിൻ എന്നും കോൺ സെൽസിൽ നമുക്ക് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെൻറ്റിൻ്റെ പേര് ഫോട്ടോപ്സിൻ അഥവാ ഐഡോപ്സിൻ എന്നുമാണ് അറിയപ്പെടുന്നത്. സോ റോഡ് സെൽസിലെ വിഷ്വൽ പിഗ്മെൻറ്റ് ഇറ്റ് ഈസ് rhodopsin and the visual pigment which can be seen at the corn cells is known as photopsin. Other name of photopsin is idopsin. So rod cells നമ്മൾ പറഞ്ഞു വിഷ്വൽ പിഗ്മെൻറ്റ് എന്ന് പറയുന്ന റോഡോപ്സിൻ ആണ് ഉള്ളതെന്ന്. സോ ഈ ഒരു പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് രണ്ട് പ്രോട്ടീൻ സബ്സ്റ്റൻസിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓപ്സിൻ അഥവാ റെക്റ്റിനൽ എന്നുള്ള ഈ രണ്ട് പ്രോട്ടീൻ സബ്സ്റ്റൻസിൽ നിന്നുമാണ് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ ഓൾസോ. ഈ ഒരു പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് ദ റോഡോപ്സിൻ ഇറ്റ് ഈസ് വെരി ആക്റ്റീവ് ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒബ്ജക്ട്സിനെ ഡിം ലൈറ്റിലും കാണാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം ഈ ഒരു സെല്ലിനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ഡിറ്റക്ട് ദ കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതിന്? റോഡ് സെൽസിന്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കോൺ സെൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പിഗ്മെൻറ്റ്, വിഷ്വൽ പിഗ്മെൻറ്റ് ദാറ്റ് ഇസ് നോൺ ആസ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ്റെ വേറൊരു പേരും പറഞ്ഞിരുന്നു ഐഡോപ്സിൻ എന്നാണ്. ഈ പിഗ്മെൻറ്റും രണ്ട് പ്രോട്ടീൻ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സെയിം ആസ് ദാറ്റ് ഓഫ് റോഡോപ്സിൻ ദാറ്റ് ഈസ് ഓപ്സിൻ ആൻഡ് റെക്റ്റിനൽ എന്നീ പ്രോട്ടീൻ സബ്സ്റ്റൻസ് കൊണ്ട് തന്നെയാണ് ഐഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൽ 3 തരത്തിലുള്ള കോൺ സെൽസിനെയാണ് കാണാൻ പറ്റുക. ആൻഡ് ദീസ് 3 types of corn cells helps us to detect 3 primary colors of light, that is red color, green color and blue color. So rod cells cannot detect light എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കോൺ സെൽസ് ക്യാൻ ഡിറ്റക്ട് ലൈറ്റ്. സോ ദ കോൺ സെൽസ് പ്രൊവൈഡ് ആസ് വിത്ത് ദ കളർ വിഷൻ. സോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റോഡ് സെൽസിൻ്റെയും കോൺ സെൽസിൻ്റെയും ഷേപ്പും അതിൻ്റെ അറേഞ്ച്മെൻറ്റുമാണ്. സോ ഹൗ വിഷൻ ഈസ് പോസിബിൾ മീൻസ്
ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഉള്ളൊരു സാഹചര്യത്തിൽ ഫോട്ടോ റിസപ്റ്റേഴ്സിലുള്ള പിഗ്മെൻറ്റ്സ് ഇറ്റ് വിൽ ബി ഗെറ്റ് ഡിസോസിയേറ്റഡ്, അത് വിച്ഛേദിക്കപ്പെടും. സോ ഈ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പം ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്, അങ്ങനെ ഇമ്പൾസസ് ഉണ്ടാകുകയും ചെയ്യും. ഈ ഇമ്പൾസസ് പിന്നീട് സെറിബ്രത്തിലേക്ക് ഒപ്റ്റിക് നെർവ്സ് വഴി സെറിബ്രത്തിലേക്ക്, നമ്മുടെ ബ്രെയിൻ്റെ സെറിബ്രത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്. സോ നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മുടെ 2 കണ്ണുകൊണ്ടുമാണ് അത് കാണുന്നത്. സോ ഒരേ സമയത്ത് തന്നെ ഒരേ വസ്തുവിൻ്റെ 2 സൈഡിൽ നിന്നുമുള്ള ഇമേജസ്, ദാറ്റ് ഈസ് ഫ്രം ദ റൈറ്റ് സൈഡ് ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, ആ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം മൂലം ഈ ഇമേജസ് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു 3 ഡയമെൻഷണൽ ഇമേജസ് ഫോംഡ്. ഈ ഒരു ഇമേജിനാണ്, ഓർ ദിസ് ഇസ് നോൺ ടു ബസ് ബൈനോക്കുലർ വിഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിനെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ചും, എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്, വിഷൻ നമുക്ക് ക്ലിയറായി കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് കുറച്ച് ഐ ഡിഫെക്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഐ ഡിസീസസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമ്മൾ ഓൾറെഡി ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ കേസിൽ റോഡ് സെൽസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. റോഡ് സെൽസിലെ റോഡോപ്സിൻ എന്ന് പറയുന്ന വിഷ്വൽ പിഗ്മെൻറ്റ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ നെയിംഡ് ആസ് ഓപ്സിൻ ആൻഡ് റെക്റ്റിനൽ. ഓപ്സിൻ, റെക്റ്റിനൽ എന്നിങ്ങനെയുള്ള പ്രോട്ടീൻ കൊണ്ടാണ് റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല ഈ 2 പ്രോട്ടീൻസും വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആണെന്നും പറഞ്ഞിരുന്നു. സോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ്ലി അഫക്റ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് റെക്റ്റിനൽ എന്ന് പറയുന്ന പ്രോട്ടീൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ടും റോഡോപ്സിൻ എന്ന് പറയുന്ന റോഡ് സെൽസിൻ്റെ വിഷ്വൽ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ ഡിം ലൈറ്റിലെ ഒബ്ജക്ട്സിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ പോസിബിൾ ആയിരിക്കില്ല. ക്ലിയർ ആയിട്ട് നമുക്ക് ഡിം ലൈറ്റിലെ ഒബ്ജക്ട്സിനെ കാണാൻ സാധിക്കില്ല. ഈ ഒരു ഡിസീസിനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫക്റ്റ് ഓഫ് ദ ഐസ്, ദാറ്റ് ഈസ് എ ഡിസീസ് വിച്ച് ഇസ് ഹാപ്പനിങ് ടു അവർ ഐസ്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറോപ്താൽമിയാണ്. ഈ ഒരു ഡിസീസ് മെയിനായിട്ട് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം തന്നെ ഉണ്ടാകുന്നതാണ്. ഈ ഒരു കേസിൽ നമ്മുടെ ഐസിൻ്റെ കോൺജക്റ്റിവ, കോർണിയ എന്നീ പാർട്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. ഇതാണ് സെറപ്താൽമിയിൽ ചെന്നെത്തിക്കുന്നത്. സോ സെറപ്താൽമിയ എന്നൊരു കണ്ടീഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൈൻഡ്നെസ് എന്നൊരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒബ്ജക്ട്സിൽ ഒന്നിൻ്റെയും തന്നെ വിഷൻ പോസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് ഡിഫക്റ്റ് ഇസ് കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് റെക്റ്റിനയിൽ കോൺസെൽസിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളത്. ആൻഡ് ദ കോൺസെൽസ് ക്യാൻ ഡിറ്റക്ട് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ഓൾസോ. സോ ഈ കോൺസെൽസിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഗ്രീൻ കളർ അല്ലെങ്കിൽ റെഡ് കളർ എന്നിങ്ങനെയുള്ള കളേഴ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡിസീസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പിന്നെ മിലിറ്ററി ജോബ്സിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവർ, പൈലറ്റ് ജോബ്സിലേക്കൊന്നും സെലക്ട് ചെയ്യില്ല. So the next disease we are going to discuss is glaucoma. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ ഐസിൽ 2 തരത്തിലുള്ള ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. വൺ ഇസ് അക്വസ് ഹ്യൂമർ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വിട്രസ് ഹ്യൂമർ എന്ന്. ഇതിൽ അക്വസ് ഹ്യൂമറിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് നറിഷ്മെൻറ്റ് ചെയ്യുക, അതായത് ന്യൂട്രിയൻസ് കണ്ണിന് പ്രൊവൈഡ് ചെയ്യുക, കണ്ണിൻ്റെ ടിഷ്യൂസിന് എന്നതാണ്. റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ സംഭവിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടും. ദിസ് കോസസ് ഫോർ ദ ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോറിസെപ്റ്റർ സെൽസ്. സോ ഇത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയെയും ഫോട്ടോ റിസെപ്റ്റർ സെൽസിനെയും ബാധിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ബി ലീഡിങ് ടു ബ്ലൈൻഡ്നെസ് ഓൾസോ. ഈ ഒരു ഡിഫക്റ്റിനെയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ലേസർ സർജറിയിലൂടെ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഡിഫക്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് കാറ്ററാക്ട്. ഈ ഒരു ഡിസീസ് മെയിനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ ഇറ്റ് മെയിൻലി അഫക്ട്സ് അവർ ലെൻസ് ആൻഡ് ദ ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒപ്പേക്ക് ആൻഡ് ഫൈനലി ഇറ്റ് റിസൾട്ട്സ് ഇൻ ബ്ലൈൻഡ്നെസ്. സോ സർജറിയിലൂടെ ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മുടെ ലെൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു രോഗത്തെയും ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഇസ് കാറ്ററാക്ട്.
The final disease we are going to discuss which is happening to your eyes is conjunctivitis. നമ്മുടെ കണ്ണിൻ്റെ കോൺജക്റ്റിവ എന്ന് പറയുന്ന ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് കോൺജക്റ്റിവൈറ്റിസ്. ബാക്ടീരിയ മൂലമോ ഓർ വൈറസ് മൂലമോ ഒക്കെ കോൺജക്റ്റിവൈറ്റിസ് എന്ന രോഗം വരാം. പരസ്പരമുള്ള കോണ്ടാക്റ്റിലൂടെ ഈ ഡിസീസ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഈ ഡിസീസിൻ്റെ സ്പ്രെഡിങ് വി കുഡ് പ്രിവെൻറ്റ് ദം. സോ മെയിനായിട്ട് ഇത്രയും ഡിഫക്ട്സ് ഓഫ് ദ ഐസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോപ്താൽമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഗ്ലൂക്കോമ, കാട്രാക്ട് ആൻഡ് കോൺജക്റ്റിവൈറ്റിസ്. We are moving to the next sense organ, that is our ears. We have already studied that auditory receptors are present in our ears. Ears എന്ന് പറയുമ്പം ചുറ്റുമുള്ള സൗണ്ടുകൾ കേൾവി എന്നൊരു ഫംഗ്ഷൻ മാത്രമല്ല ഉള്ളത്. ഇതുകൂടാതെ our body balancing is also maintained by our ears. So let's look at the structure of ear and other things in detail. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ സ്ട്രക്ചർ ഓഫ് ഇയർ പറയുമ്പോൾ 3 പാർട്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇയറിനെ തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ദ ഔട്ടർമോസ്റ്റ് റീജിയൻ ഓഫ് ദി ഇയർ ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്റ്റേർണൽ ഇയർ. സെക്കൻഡ് വൺ ഈസ് മിഡിൽ ഇയർ ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻറ്റേർണൽ ഇയർ. സോ ദ പാർട്ട് ഓഫ് ദി ഇയർ വിച്ച് ഇസ് വിസിബിൾ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ കാണാൻ പറ്റുന്ന ഇയറിൻ്റെ ആ ഭാഗം അടങ്ങിയതാണ് എക്സ്റ്റേർണൽ ഇയർ എന്ന് പറയുന്നത്. Mainly there are 3 parts for the external ear. First one is pinna region, second one is auditory canal and the third one is tympanum. So first one is pinna region. പുറത്തുള്ള എൻവറോൺമെൻറ്റിൽ നിന്നും കേൾക്കുന്ന സൗണ്ട് മുഴുവൻ കളക്ട് ചെയ്ത് അത് ഓഡിറ്ററി കനാലിലേക്ക് പാസ് ചെയ്യുക എന്നതാണ് പിന്ന റീജിയൻ്റെ മെയിൻ ഫങ്ഷൻ. സെക്കൻഡ് വൺ ഇസ് ഓഡിറ്ററി കനാൽ. സോ പിന്ന റീജിയനിൽ നിന്നും ലഭിക്കുന്ന സൗണ്ടിനെ ടിംഫാനം മെംബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് ഓഡിറ്ററി കനാലിലൂടെയാണ്. ഈ ഓഡിറ്ററി കനാലിൽ നമുക്ക് സ്മോൾ ഹെയർസ് അല്ലെങ്കിൽ വാക്സ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിൻ്റെ എൻട്രി ഇൻറ്റേർണൽ ഇയറിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ഹെയർസ് അല്ലെങ്കിൽ വാക്സിൻ്റെ പ്രസൻസ് ഓഡിറ്ററി കനാൽ റീജിയനിൽ കാണുന്നത്. And the third region is known as the tympanum region. It's a thin circular membrane. ഈ ടിംഫാനം റീജിയൻ ആണ് മെയിനായിട്ട് എക്സ്റ്റേർണൽ ഇയറിനെയും ഇൻറ്റേർണൽ ഇയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് ദ സൗണ്ട് വേവ്സ്. സോ മെയിനായിട്ട് എക്സ്റ്റേർണൽ ഇയർ റീജിയനിൽ 3 പാർട്സ് കാണപ്പെടുന്നുണ്ട്: പിന്ന, ഓഡിറ്ററി കനാൽ ആൻഡ് ദ ടിംഫാനം മെംബ്രെയിൻ. ഇനി നമുക്ക് മിഡിൽ ഇയറിലേക്ക് നോക്കാം. മിഡിൽ ഇയർ റീജിയനിൽ നമുക്ക് മെയിനായിട്ട് 2 പാർട്സാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇയർ ഓസിക്കിൾസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റാച്ചിയൻ ട്യൂബ്. ഇതിൽ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി 3 സബ് റീജിയൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. This ear ossicles helps to amplify and transmit the vibrations of the tympanum to the internal ear region. Next part of the middle ear is Eustachian tube. നമ്മുടെ മിഡിൽ ഇയറിനെ ഫാരിങ്സ് റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇസ്റ്റാച്ചിയൻ ട്യൂബാണ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ ടിംഫാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ടിംഫാനം. സോ ടിംഫാനം മെംബ്രെയിൻ്റെ 2 സൈഡിലുള്ള പ്രഷർ ബാലൻസ് ചെയ്തുകൊണ്ട് ടിംഫാനം മെംബ്രെയിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഈ സ്റ്റാച്ചിയൻ ട്യൂബ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സോ മിഡിൽ ഇയറിൻ്റെ 2 പാർട്സാണ് നമുക്ക് കാണപ്പെടുക: ഇയർ ഓസിക്കിൾസ് ആൻഡ് ഇസ്റ്റാച്ചിയൻ ട്യൂബ്. ഇയർ ഓസിക്കിളിൽ മെയിനായിട്ട് 3 സബ് റീജിയൻസ് അല്ലെങ്കിൽ 3 സബ് പാർട്സ് വരുന്നുണ്ട്: മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. Next is internal ear region. This internal ear region, it is situated inside a bony case in the skull and it is known as bony labyrinth. ഈ ഒരു ബോണി കേസ് തന്നെ നമുക്ക് മെംബ്രെയിനിയസ് ലാബിറിന്തും കാണപ്പെടുന്നു. The space which is inside the membranous labyrinth, that is ഈ മെംബ്രെയിനിയസ് ലാബിറിന്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഒരു ഫ്ലൂയിഡ് വെച്ചിട്ട് ഫിൽഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എൻഡോലിംഫ്. അതുപോലെ തന്നെ മെംബ്രെയിനസ് ലാബിറിന്തിൻ്റെയും ബോണി ലാബിറിന്തിൻ്റെയും ഇടയ്ക്കുള്ള റീജിയൻ ആയാലും ഇറ്റ് ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് അനദർ ഫ്ലൂയിഡ്, ഇറ്റ് ഈസ് നോൺ ആസ് പെരിലിംഫ്.
മെയിനായിട്ട് ഇൻറ്റേർണൽ ഇയർ റീജിയന് 3 പാർട്സാണ് വരുന്നത്: സെമി സർക്കുലർ കാനൽസ്, വെസ്റ്റിബ്യൂൾസ് ആൻഡ് കോക്ലിയ. മുൻപ് ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഇയറിന് മെയിനായിട്ട് 2 ഫങ്ഷൻസാണ് വരുന്നത്. ഒന്ന് ഹിയറിങ്, കേൾക്കുക എന്നുള്ളതും, രണ്ടാമത്തെ ബോഡി ബാലൻസിങ് എന്ന് പറഞ്ഞിരുന്നു. സോ ഇതിൽ കോക്ലിയ എന്ന് പറയുന്ന ഇൻറ്റേർണൽ റീജിയൻ ഓഫ് ദ ഇയർ ആണ് ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെമി സർക്കുലർ കാനൽസ് ആൻഡ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഇയറിൻ്റെ റീജിയൻസാണ് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. നൗ വി ക്യാൻ ലുക്ക് ഹൗ ഇയറിങ് ഈസ് പോസിബിൾ. കോക്ലിയ എന്ന് പറയുന്ന ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ദ ഇയർ, ഇറ്റ്സ് എ കോയിൽഡ് ലൈക്ക് ട്യൂബ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 3 ചേമ്പേഴ്സ് ഓൾസോ. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എൻവറോൺമെൻറ്റിൽ നിന്നും കടന്നു വരുന്ന സൗണ്ട് വേവ്സ് ഇറ്റ് പാസസ് ത്രൂ എക്സ്റ്റേണൽ ഇയറിലൂടെ പാസ് ചെയ്ത് ടിംഫാനം മെംബ്രെയിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. ഈ വൈബ്രേഷൻസ് ടിംഫാനത്തിൽ നിന്നും ഇയർ ഓസിക്കിൾസിലേക്ക് പാസ് ഔട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് കോസസ് ഫോർ ദ വൈബ്രേഷൻ ഓഫ് ദ ടിംഫാനം ഓഫ് ദ മെംബ്രെയിൻ ഇൻസൈഡ് ദ ഓവൽ വിൻഡോ. സോ ആദ്യം പുറത്തു നിന്നും വരുന്ന സൗണ്ട് വേവ്സ് എക്സ്റ്റേണൽ ഇയേഴ്സ് വഴി ടിംഫാനം മെംബ്രെയിനിൽ എത്തിക്കുന്നു. അപ്പോൾ വൈബ്രേഷൻ നടക്കുന്നു ടിംഫാനം മെംബ്രെയിനിൽ. ഈ ഒരു വൈബ്രേഷൻ ഓഫ് ടിംഫാനം ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഇയർ ഓസിക്കിൾസ് വിച്ച് കോസസ് ദ വൈബ്രേഷൻ ഓഫ് മെംബ്രെയിൻ. ദ ഓവൽ വിൻഡോയിലുള്ള വൈബ്രേഷൻ അത് കാരണമാകുന്നു. സോ ഓൾറെഡി പറയുന്നു കോക്ലിയർ റീജിയൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ടെന്ന്. ഈ ഒരു വൈബ്രേഷൻ ആ ഫ്ലൂയിഡിൻ്റെ വൈബ്രേഷനും കാരണമാകുന്നു. ഇയറിലുള്ള ബേസിലാർ മെംബ്രെയിനെയും അതുപോലെ സെൻസറി ഹെയർ സെൽസിനെയും ഒരുമിച്ചാണ് ഒറിജിൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. സോ ഈ ഫ്ലൂയിഡിൽ ഉണ്ടാകപ്പെടുന്ന വൈബ്രേഷൻസ് സെൻസറി ഹെയർ സെൽസിൻ്റെ സഹായത്തോടു കൂടി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസസ് പിന്നീട് ബ്രെയിൻ്റെ പാർട്ടായ സെറിബ്രത്തിലേക്ക് എത്തുന്നു ത്രൂ ഓഡിറ്ററി നെർവ്സിലൂടെ. ഇങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചു ഇയറിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ ഹിയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന്. വേറൊരു ഫംഗ്ഷൻ ഇയറിന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ബോഡി ബാലൻസിങ്. ബോഡി ബാലൻസ് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡിൻ്റെ മൂവ്മെൻറ്റ്സ് വഴിയാണ്. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ് ബ്രിങ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എൻഡോലിംഫ് present inside the vestibule and the semicircular canals. ഇത് കാരണം സെൻസറി ഹെയർ സെൽസിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. അവിടെ നിന്നും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസസ് സെറിബെല്ലം എന്ന് പറയുന്ന ബ്രെയിൻ്റെ റീജിയനിലേക്ക് എത്തിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെസ്റ്റിബുലാർ നെർവ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ ഇയർ ഓൾസോ ഹെൽപ്സ് ഇൻ ബോഡി ബാലൻസിങ്. Now we are going to discuss about the third sense organ, that is our tongue. Taste is one of the reasons we enjoy the food we eat. How this happens? Let's look at that. We could also see the chemoreceptors which is present inside our mouth. ഈ കീമോറിസെപ്റ്റേഴ്സ് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡ് സബ്സ്റ്റൻസസിൻ്റെയും ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതും. മെയിൻലി ഈ കീമോറിസെപ്റ്റേഴ്സ് നമ്മുടെ ടങ്കിൻ്റെ സർഫേസ് റീജിയനിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ടങ്കിൽ വി കുഡ് ഓൾസോ സീ സം ഓഫ് ദ പ്രൊജക്റ്റഡ് റിസെപ്റ്റേഴ്സ് ഓൺ ദ സർഫേസ് ഓഫ് ദ ടങ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ടു ബി എസ് പാപ്പിലേ. The parts seen on the papillae that detect the taste are known as to be as taste buds. അതായത് നമ്മുടെ ടങ്കിൽ കുറേ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതിനാണ് പാപ്പിലേ എന്ന് പറയുന്നത്. ഈ പാപ്പിലയുടെ ഏത് ഭാഗമാണോ ടേസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പല ടേസ്റ്റുകളും നമ്മൾ ഫുഡ് സബ്സ്റ്റൻസിൽ നിന്നും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മധുരം ഡിറ്റക്റ്റ് ചെയ്യാം നമുക്ക്, അതുപോലെ ഉപ്പിൻ്റെ രുചി എന്താണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ കയ്പ്പ്, പുളി, ഇങ്ങനെയുള്ള പല ടേസ്റ്റുകളും നമുക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ ടേസ്റ്റ് ബഡ്സുകളാണ്. സോ ഈ ടേസ്റ്റ് ബഡ്സിലാണ് കീമോ റിസെപ്റ്റേഴ്സ് ഉള്ളത് ആൻഡ് ദേ ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ ടേസ്റ്റ്. ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആദ്യം നമ്മുടെ സലൈവ, ഉമിനീരിൽ ആദ്യം ഡിസോൾവ് ചെയ്യും. അതിനുശേഷം ദേ വിൽ ബി സ്റ്റിമുലേറ്റിംഗ് ദ കീമോ റിസെപ്റ്റേഴ്സ് ആൻഡ് ദീസ് കീമോ റിസെപ്റ്റേഴ്സ് ജനറേറ്റ് ദ ഇമ്പൾസസ്. ഈ ഇമ്പൾസസ് ആണ് പിന്നീട് ബ്രെയിനിലെത്തുകയും നെർവ്സ് വഴി ബ്രെയിനിലേക്ക് എത്തുകയും പല ടേസ്റ്റുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും. Without detecting the different kinds of smells around us, we can just imagine a life, right?
So now let's discuss about the next sense organ, that is the olfactory receptors in the sense organ nose. സോ ഇപ്പോൾ പറഞ്ഞതുപോലെ ഹൗ ടു ഡിറ്റക്ട് ദ സ്മെൽ ത്രൂ അവർ നോസ്. നമ്മുടെ മൂക്കിൽ നമ്മുടെ നോസിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെയാണ് നമുക്ക് പല സ്മെല്ലുകൾ, പ്ലസൻറ്റ് സ്മെല്ലാണോ അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണോ, എന്ത് സ്മെല്ലാണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. സോ വി കുഡ് സീ ദ പ്രസൻസ് ഓഫ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇൻസൈഡ് അവർ നോസ്. നിങ്ങൾക്കിപ്പോൾ ഈ പിക്ചറിൽ നമ്മുടെ നോസിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചറാണ് മെയിനായിട്ട് ഓൾഫാക്ടറി ബൾബ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ എങ്ങനെയാണ് ഒരു സ്മെല്ല് നമ്മുടെ നോസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അരോമാറ്റിക് പാർട്ടിക്കിൾസ്, അരോമ മീൻസ് സ്മെൽ എന്നാണ് അർത്ഥം. സോ അരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ ചുറ്റുമുള്ള എയറിൽ ഡിഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അത് നമ്മുടെ നോസ്ട്രിൽസിലേക്ക് എൻ്റർ ചെയ്യും. ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ നോസിൻ്റെ ഉള്ളിലുള്ള മ്യൂക്കസ് എന്ന് പറയുന്നൊരു സംഭവമാണ് നോസിൻ്റെ ഉള്ളിൽ. സോ ഇതുമായിട്ട് ഡിസോൾവ് ചെയ്യപ്പെടും. ആദ്യം നമ്മുടെ എയറിൽ അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്യും, അത് നമ്മുടെ നോസ്ട്രിൽസിലേക്ക് എൻ്റർ ചെയ്യും. പിന്നീട് ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് മ്യൂക്കസുമായിട്ട്, നോസിൻ്റെ ഉള്ളിലുള്ള മ്യൂക്കസ് കണ്ടൻറ്റുമായിട്ട് ഡിസോൾവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. So at this time the olfactory receptors will create the impulses. ഈ ഇമ്പൾസസ് ആണ് പിന്നീട് നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും ഏത് ടൈപ്പ് ഓഫ് സ്മെല്ലാണ് നമ്മളിപ്പോൾ സ്മെല്ല് ചെയ്തത്, പ്ലസൻറ്റ് സ്മെല്ലാണോ അൺപ്ലസൻറ്റ് സ്മെല്ലാണോ എന്നുള്ളത് ബ്രെയിനാണ് നമുക്ക് ഇൻഫോർമേഷൻ പിന്നീട് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ നോസിൽ ഒരു സ്മെല്ല് നമ്മൾ തിരിച്ചറിയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. You might have noticed that visually impaired people reading by touching with the point of their fingers. So there are touch receptors in the skin also. So now let's discuss about the final sense organ, that is skin and the receptors in the skin. സോ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്, സ്കിന്നിലും റിസപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത്. സോ ലെറ്റ്സ് ലുക്ക് അബൌട്ട് ദ റിസപ്റ്റേഴ്സ് ഇൻ ദ സ്കിൻ. സോ സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ധാരാളം ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻഡുകൾ ഉണ്ടാകും, കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടാകും. സോ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ്, അതുപോലെ തന്നെ സ്കിന്നിലെ റിസപ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ടച്ച് എന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്. സോ മെയിനായിട്ട് സ്കിന്നിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഇസ് പെയിൻ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്, അതായത് വേദന തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ്. അതുപോലെ തന്നെ കോൾഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, പ്രഷർ റിസപ്റ്റേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ്. ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സ് നമുക്ക് സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട്. സോ സ്കിന്നിൽ ഉള്ള ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സാണ് പലതരത്തിലുള്ള സ്റ്റിമുലൈസ് സെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. 10th സ്റ്റാൻഡേർഡിലെ ബാക്കി ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസും ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.